ഹലോ ഫാമിലി, സൗദിയിൽ ഇപ്പോൾ സമയം 11:20 രാത്രിയാണ്. ഞാൻ ഈ കാത്തിരിക്കുന്നത് ഫുഡ് ഡെലിവറി ചെയ്യുന്ന ആളെയാണ്. ഓർഡർ കൊടുത്തിട്ട് 10-15 മിനിറ്റായി, സ്റ്റിൽ വെയിറ്റിംഗ് ആണ്. അതുകൊണ്ട് പുറത്തേക്ക് ഒന്ന് ഇറങ്ങിയതാണ്. ഇത് എൻ്റെ ഹോസ്പിറ്റലാണ്. ഇതാണ് ഇവിടുത്തെ നൈറ്റ് വ്യൂ. ഇങ്ങനെ കണ്ടിട്ട് ഹോസ്പിറ്റലിൽ ആൾക്കാരൊന്നും ഇല്ലല്ലോ എന്ന് വിചാരിക്കരുത്. ഇത് ഞങ്ങളുടെ OPD സൈഡാണ്. ഇതിൻ്റെ ER സെക്ഷനിൽ എപ്പോഴും ബിസി ആയിരിക്കും. പുറത്തിറങ്ങി വീണ്ടും ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് ഫുഡ് വന്നിട്ടുണ്ട്. ഇന്ന് ഞങ്ങളുടെ ഈ മാസത്തെ ഫുഡി നൈറ്റാണ്. ഞാൻ, നീതു, രമി ചേച്ചി, അങ്ങനെ ഞങ്ങൾ 3 പേർക്കും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡ്യൂട്ടി ഷെഡ്യൂളായിരുന്നു. അതുകൊണ്ട് കണ്ടിട്ട് കുറച്ച് നാളായി. അപ്പോൾ ഒരാൾ ഇപ്പോഴും ഡ്യൂട്ടിക്ക് പോയേക്കാണ്, ഒരാൾക്ക് ഓഫാണ്. എനിക്ക് മോർണിംഗ് ഡ്യൂട്ടി ആയിരുന്നു. നാളെ എനിക്ക് ഓഫും മറ്റ് 2 പേർക്ക് ഈവനിങ് ഡ്യൂട്ടി ആയതുകൊണ്ട് തന്നെ ഇന്ന് നൈറ്റ് ഒരുമിച്ച് കൂടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെ മെയിനായിട്ട് കൂടാന്ന് പറയുമ്പോൾ ഫുഡിങ് ആണല്ലോ. അങ്ങനെ ഫുഡ് വന്നു. ഇനി അവർ 2 പേരെയും നമുക്ക് വെയിറ്റ് ചെയ്യാം. ഫുഡ് ഓർഡർ ചെയ്യാമെന്ന് പ്രീ പ്ലാൻ ചെയ്ത കാരണം തന്നെ മോർണിംഗ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ട് ജസ്റ്റ് ഒരു കോഫി മാത്രമാണ് കഴിച്ചത്. അതുകൊണ്ട് നല്ല വിശപ്പുണ്ട്. വിശപ്പ് മാറാൻ വേണ്ടിയിട്ട് ഞാൻ വെള്ളം വെച്ച് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ഒരാളും കൂടി ഡ്യൂട്ടി കഴിഞ്ഞ് വരാനുണ്ട്. ഞങ്ങൾ 3 പേരും ഒരുമിച്ചുള്ള സമയത്ത് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി കഴിക്കും, അല്ലെങ്കിൽ പുറത്തുനിന്ന് ഓർഡർ ചെയ്യാണ് ചെയ്യാറ്. അപ്പോൾ ഇന്ന് പുറത്തുനിന്ന് ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഒരാൾ കുളി കഴിഞ്ഞും ഒരാൾ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ താഴെ വിരിച്ച് ഫുഡ് അങ്ങോട്ട് നിരത്താമെന്ന് വിചാരിച്ചു. ഫസ്റ്റ് നമ്മുടെ ചിക്കൻ ചീസ് ഫ്രൈസ്. ഇത് ചിക്കനും ഫ്രഞ്ച് ഫ്രൈസും പിന്നെ കുറച്ച് സോസും ചീസും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു സംഭവം ചിക്കനൊക്കെ ഇതിൽ കുറവാണെങ്കിലും ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഞാനിതിപ്പോൾ കഴിച്ചിട്ട് ഓൾമോസ്റ്റ് 4 മന്തായി. വെക്കേഷന് മുന്നേ കഴിച്ചതാണ്. നെക്സ്റ്റ് ഒരു പിസ്സയാണ്. ആക്ച്വലി ഇവിടെ ഇതിന് പറയുന്നത് ഓഷ് ബുൾബുൾ എന്നൊക്കെയാണ്. പിന്നെ അതിൻ്റെ ഷദാദ് മല്ലിക്കോ അങ്ങനെ എന്തൊക്കെയോ പറയുന്നുണ്ട്. ആക്ച്വലി ഇതിൻ്റെ പേരൊന്നും അറിയത്തില്ല. ഞങ്ങൾ ഓർഡർ ചെയ്യണ സമയത്ത് ഇതിൻ്റെ പിക്ക് ഒരെണ്ണം അയച്ചു കൊടുക്കും. അപ്പോൾ അവരത് കൊണ്ടുവന്നോളൂ. അത് ഷുഗർ സിറപ്പ് ഫിൽഡാണ്. അതുകൊണ്ട് അത് പിസ്സ ആണെന്ന് പോലും എനിക്കറിയത്തില്ല. പിന്നെ ബ്രോസ്റ്റ് ഉണ്ടായിരുന്നു. ഫൈനലി കാത്തിരുന്ന് കണ്ണ് കഴിച്ചതാ അടുത്ത ആൾക്കാർ വന്നിട്ടുണ്ട്. രമി ചേച്ചിയും പിന്നെ നീതു. ഒരാൾ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നതാണ്, ഒരാൾ കുളിയും കഴിഞ്ഞ് വന്നതാണ്. ഞങ്ങളുടെ സന്തോഷങ്ങൾ ഈ 4 ചുമരിനുള്ളിലാണ്. ഈ ഫുഡിൻ്റെ കൂടെ 18 വയസ്സ് തൊട്ട് ഹോസ്റ്റലിലാണ് ജീവിതം. അവിടെ നിന്ന് ഇഷ്ടം പോലെ ഫ്രണ്ട്സിനും കിട്ടിയിട്ടുണ്ട്. അതിലുള്ള 2 എണ്ണമാണ് ഇവിടെ ഇരുന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഫുഡിങ്ങിൻ്റെ ഇടയിൽ പല ടോപ്പിക്കുകൾ കയറി വരും. ആദ്യം റീൽസ് കാണും, അതിനിടയ്ക്ക് ഫുഡ് കഴിക്കും, പിന്നെ പരദൂഷണമാവും. അതല്ലാതെ വേറെ ടോപ്പിക്ക് പോവും. അവസാനം പ്രേതത്തിൻ്റെ കാര്യം വരെ പറയും. ഓരോ ടോപ്പിക്ക് കഴിയുന്തോറും ഓരോ ഫുഡ് കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ചിക്കൻ ചീസ് ഫ്രൈസ് കംപ്ലീറ്റ് ആയി. നെക്സ്റ്റ് ബ്രോസ്റ്റ്. ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഏറ്റവും നന്നായിട്ട് സംസാരിക്കുന്നത് രമി ചേച്ചിയാണ്. രമി ചേച്ചി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും, ഞാനും നീതും അത് കേട്ടുകൊണ്ടിരിക്കും. അങ്ങനെ ഓരോന്ന് കഴിയുന്തോറും അടുത്തടുത്ത ഫുഡ് കഴിച്ചുകൊണ്ടായി. രാവിലെ തൊട്ടുള്ള വിശപ്പ് ബാലൻസ് നിൽക്കണ കാരണം ഞാൻ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ചെയ്തു. ഇതിന് കഴിഞ്ഞ പ്രാവശ്യമൊന്നും കഴിച്ചതിൻ്റെ അത്ര ടേസ്റ്റ് ഒന്നും തോന്നിയില്ല. അതുകൊണ്ട് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ ഞങ്ങൾക്ക് പറ്റിയില്ല. അവസാനം എല്ലാ ഫുഡും കഴിയും ചെയ്തു. ഞങ്ങളുടെ ടോപ്പിക്കും കംപ്ലീറ്റ് ആയി. ഇനി ഉറങ്ങണം. 1 മണി കഴിഞ്ഞു, 2 മണി കഴിഞ്ഞു, 3 മണി കഴിഞ്ഞു. അങ്ങനെ അവസാനം 4 മണി ആവാറായി. ഇനി ഉറങ്ങാം. രമി ചേച്ചി അങ്ങനെ ചേച്ചിയുടെ റൂമിൽ പോയി. ഞങ്ങൾ 2 ലൈറ്റ് ഓഫ് ആക്കി കിടന്നു. ഈ പാവ ആരെങ്കിലും കണ്ടിട്ടോ? പ്രേമല സിനിമ കണ്ടിട്ട് വാങ്ങി വെച്ചതാണ് ഈ ലാമ്പ്. സംഭവം എന്തായാലും കൊള്ളാം. അപ്പോൾ ശരി കേട്ടാ.